പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 19-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ 4-ാം മാസത്തിൻ്റെ 3-ാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിലാണ് നാം എത്തി നിൽക്കുന്നത്. ഈ വിശുദ്ധ പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം നമുക്ക് ഭാഗ്യമൊരുക്കിയല്ലോ. എത്രയോ പ്രിയപ്പെട്ടവർക്ക് ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നമ്മേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞവർ ഈ ലോകത്തിൽ ആമേൻ ഇനിയും ആമേൻ വർഷങ്ങൾ ആമേൻ ആണ്ടുകൾ ആയുസ്സോടെ ഈ ഭൂമിയിൽ ജീവിച്ച് സന്തോഷിക്കുവാൻ ആഗ്രഹിച്ച എത്ര ആമേൻ പ്രിയപ്പെട്ടവർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ആമേൻ സഹോദരി സഹോദരന്മാർ, ഏതൊക്കെ അനർത്ഥങ്ങളിൽ കൂടെ, ആപത്തുകളിൽ കൂടെ, അപകടങ്ങളിൽ കൂടെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. സർവകൃപാലുവായ ദൈവം നമുക്കൊരു ദിനം കൂടെ കർത്താവിനെ ആരാധിപ്പാനും സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. 51-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരുശലേമിൻ്റെ മതിലുകളെ പണിയണമേ. മോഷണങ്ങളും അതിക്രമങ്ങളും പെരുകി വരുന്നതിനോടൊപ്പം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്നതിനാൽ വീടുകൾക്കും പുരയിടങ്ങൾക്കും ചുറ്റുമതിലുകളും ശക്തമായ വേലികളും മനുഷ്യർ കെട്ടിക്കൊണ്ടിരിക്കുന്നു. മതിലുകൾ കെട്ടിയാൽ ഒരു പരിധിവരെ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും ചെറുത്തു നിൽക്കുവാൻ കഴിയും. പഴയ കാലങ്ങളിൽ ഓരോ പട്ടണങ്ങൾക്കും ഗ്രാമങ്ങൾക്കും ചുറ്റുമതിലുകൾ കെട്ടി ഉറപ്പിച്ച് അതിലായിരുന്നു ആ കാലത്തെ ജനങ്ങൾ പാർത്തിരുന്നത്. മതിൽ കെട്ടുന്നതിൽ കൂടെ ശത്രു കയറാതെ തങ്ങളുടെ വീടുകളെയും കൃഷിയിടങ്ങളെയും സൂക്ഷിക്കാം എന്ന് മാത്രമല്ല, തങ്ങളുടെ അതിർ ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും അതിന് പിന്നിലുണ്ട്. നാം ഈ വിഷയം ആത്മീയമായി ചിന്തിക്കുമ്പോൾ ദൈവസഭ മതിലുകളാൽ കെട്ടിയടച്ച തോട്ടത്തോടാണ് വേദപുസ്തകം ഉപമിച്ചിരിക്കുന്നത്. ദൈവ ജനത്തിൻ്റെ വൈരിയും ദുഷ്ടനുമായ സാത്താൻ ഏത് വിധത്തിലെങ്കിലും നമ്മെ തകർത്തു കളയുവാൻ അവസരം കാത്തു കഴിയുന്നതിനാൽ ദൈവമക്കൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരുവൻ്റെ ആത്മീയ ജീവിതത്തെ തകർത്തു കളയുന്നതിനോടൊപ്പം ദൈവത്തോടുള്ള ബന്ധം നഷ്ടമാക്കും. തുടർന്ന് ആ വ്യക്തിയെ നശിപ്പിക്കുന്നതിന് സാത്താന് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ദൈവത്തിൽ നിന്നും അകലുന്ന വ്യക്തികളെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒടുവിലായി അവൻ്റെ നിത്യതയെ തന്നെയും ശത്രു നശിപ്പിക്കുമെന്ന് നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനായും പ്രാർത്ഥന എന്ന ഉന്നത മതിലുകൾ നാം പണിയേണ്ടത് ആവശ്യമാണ്. രക്ഷിക്കപ്പെടാത്തവർ എന്നും സാത്താൻ്റെ കയ്യിലെ പാവയാണ്. ഏത് വിധത്തിലും അങ്ങനെയുള്ളവരെ സാത്താന് ഉപയോഗിക്കുവാൻ കഴിയും. ഒടുവിൽ നിത്യനാശത്തിൽ ചെന്ന് അവർ അവസാനിക്കുകയും ചെയ്യും. എന്നാൽ ശത്രുവിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് നാം രക്ഷിക്കപ്പെട്ടവരായതിനാലാണ്. രക്ഷ നമ്മുടെ ചുറ്റും ഒരു മതിൽ പോലെ നിൽക്കുന്നു. ആകയാൽ നാം അനുഭവിക്കുന്ന രക്ഷയുടെ ഭദ്രതയിൽ നിന്നും വീഴ്ത്തിക്കളയുവാൻ ശത്രു ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ രക്ഷയുടെ മതിൽ സൂക്ഷിക്കണം. അതിന് പ്രധാനമായും മതിലുകളെ സൂക്ഷിക്കാൻ ഒരു ആയുധമേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. ആമേൻ, ഹല്ലേലൂയ. നാം രക്ഷയുടെ മതിലുകൾ പണിതുറപ്പിച്ച് കഴിയുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എന്നും ദൈവിക സംരക്ഷണം ഉണ്ടായിരിക്കും. നാം പണിയേണ്ട മതിലുകൾ നാം പണിത് കഴിയുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ സുരക്ഷിതത്വത്തിനായി ദൈവം ചില മതിലുകൾ പണിയുവാനിടയാകും. ഒന്നാമതായി ഒരു ദൈവപൈതൽ കെട്ടേണ്ട മതിൽ വിശ്വാസത്തിൻ്റെ മതിലാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു ദൈവപൈതൽ വിശ്വാസത്തിൻ്റെ മതിലുകൾ പണിത് കഴിഞ്ഞാൽ അവൻ വിശ്വസ്തതയുടെ മതിലുകളും പണിയേണ്ടത് ആവശ്യമാണ്.
നിരന്തരം അവൻ വിശ്വസ്തതയുടെ മതിൽ പണിയണം. ഒരു ദൈവഭക്തൻ ഓരോ ദിവസവും വിശുദ്ധിയുടെ മതിലുകൾ പണിതുകൊണ്ടിരിക്കുന്നവനായിരിക്കണം. ഒരു രാജ്യത്തിൻ്റെ രാജാവ് ആ രാജ്യത്തിൽ യുദ്ധം നടക്കുമ്പോൾ തൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും യുദ്ധം ചെയ്യുന്ന ഭടന്മാർക്ക് വേണ്ടിയും, അല്ലെങ്കിൽ ഭടന്മാരോടുകൂടെ യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവനും ആയിരിക്കണം. എന്നാൽ ഇവിടെ ആ രാജ്യത്തിൻ്റെ രാജാവായ ദാവീദ് തൻ്റെ രാജ്യത്തിൽ യുദ്ധം നടക്കുമ്പോൾ താൻ ഭടന്മാരോടുകൂടി യുദ്ധം ചെയ്യേണ്ടവൻ, അല്ലെങ്കിൽ തൻ്റെ ജനത്തിനു വേണ്ടി, രാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കേണ്ടവൻ. ഇവിടെ ഊര്യാവിൻ്റെ ഭാര്യയുടെ കുളിസിൻ കണ്ടുകൊണ്ട് പ്രാർത്ഥനയുടെ, വിശ്വസ്തതയുടെ മതിലുകളെ പൊളിച്ചു കളയുന്നു. അതുമാത്രമല്ല, ഊര്യാവിനെ കൊല്ലുവാനുള്ള ആസൂത്രണം കൂടെ താൻ ആ സന്ദർഭത്തിൽ അവിടെ മെനയുകയാണ്. ഇന്നും അനേകരുടെ ജീവിതത്തിൽ വിശ്വാസ മതിലുകളും പ്രാർത്ഥനാ മതിലുകളും തകർന്നു. ഈ ലോക മോഹങ്ങൾക്കും ആഡംബര ജീവിതങ്ങൾക്കും രഹസ്യ പാപങ്ങൾക്കുമായി നെട്ടോട്ടമോടുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ ജീവിതത്തെ കാണുമ്പോൾ ദൈവം പോലും ദുഃഖിച്ചു പോകുന്ന നിലകളിലായിരിക്കും. പ്രിയ ദൈവവേദലേ, സ്തോത്രം. നമ്മെ ദൈവം സൃഷ്ടിച്ചതും ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും പാപം വിട്ട്, ശാപം വിട്ട്, ലോകത്തിൽ നിന്നും സകല മോഹങ്ങളെ വിട്ട് വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തതയിലും പ്രത്യാശയോടുകൂടെ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവമക്കൾ പ്രമാണങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ച് ലോകത്തിൽ വേർപാട് അനുഷ്ഠിക്കേണ്ടവരാണ്. യോസഫ് 93 വർഷം മിസ്രൈമിൽ ജീവിച്ചിട്ടും യോസഫിന്റെ ഉള്ളിൽ മിസ്രൈമിലെ പാപം കയറിയില്ല. മരണത്തിനു ശേഷം തൻ്റെ അസ്ഥികൾ പോലും ഈ മിസ്രൈമിൽ കാണരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഇന്നും ജീവിത വിശുദ്ധിയോടെ തങ്ങളുടെ മതിലുകൾ പണിയുന്ന ചുരുക്കം പേരുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം പേരും യാതൊരു പ്രമാണവും ഇല്ലാതെ ജീവിക്കുകയും വേർപാടോ വിശുദ്ധിയോ ഇല്ലാതെ, ആത്മസാന്നിധ്യമില്ലാതെ മതിലുകളെ തകർത്തുകൊണ്ട് പാപത്തിന് വേണ്ടി ഓടുന്നവരാണ്. അങ്ങനെ സ്വന്തം ജീവിതത്തിൻ്റെ മതിലുകൾ തകർക്കുന്നതിനോടൊപ്പം ഈ കൂട്ടർ അനേകരുടെ മതിലുകളെയും തകർത്തുകൊണ്ടിരിക്കുന്നു. അനേകരുടെ കുടുംബ ജീവിതങ്ങളുടെ സ്വസ്ഥതകളെ തകർത്തുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൻ്റെ സ്നേഹത്തെ തകർത്ത്, അവിടെ സാമ്പത്തിക ഭദ്രതയെ തകർത്തുകൊണ്ട് ആത്മീയ മതിലുകളെ ഈ കൂട്ടർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. പ്രിയ ദൈവവൈതലേ, ഇതിൽ സ്തോത്രം ഏദൻ തോട്ടത്തിൽ നിന്ന് പ്രവേശിച്ച മഹത്വധാരികളായ ആദം ഹൗവ ദമ്പതിമാരെ മൃഗതുല്യരാക്കി തോട്ടത്തിൽ നിന്ന് പുറത്തു ചാടിക്കുവാൻ കാരണക്കാരനായ ആ പഴയ പാമ്പ് നമ്മെയും നശിപ്പിക്കുവാൻ ഓരോ ദിനവും അവൻ ഓരോ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നാം ഈ പ്രഭാതം തിരിച്ചറിയണം. മതിലില്ലാത്ത പട്ടണത്തിൽ ശത്രുക്കൾ വേഗത്തിൽ പ്രവേശിക്കും. തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ മതിലുകൾ ഉണ്ടാകരുതെന്നും ഒരു വിധത്തിലും മതിലുകൾ പണിയരുതെന്നുമാണ് സാത്താൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മതിൽ പണിയുന്നവരുടെ നേരെ ശത്രു നിരന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിച്ച് കൃത്യതയോടെ മതിൽ പണിത് പൂർത്തീകരിച്ചാൽ അത് തകർത്തു കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം മതിലുകളെ സംരക്ഷിക്കുവാൻ, സൂക്ഷിക്കുവാൻ ദൂതന്മാരെ കാവൽ നിർത്തുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, പ്രിയ ദൈവത്തിലെ നാം അധ്വാനിച്ചുണ്ടാക്കിയത് മറ്റൊരുത്തൻ അനുഭവിക്കാതെ ദൈവം നമ്മെ കരുതുവാനും സൂക്ഷിക്കുവാനും ഇടയാകും. നാം ആത്മീയ മതിലിനകത്ത് തന്നെ ആയിരിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം ഒരു മതിൽക്കെട്ടിനുള്ളിൽ ആയിരിക്കുന്നു എന്നുള്ള സുരക്ഷിത ബോധം എല്ലാ ദിവസവും നമുക്കുണ്ടായിരിക്കണം. ഞായറാഴ്ച ആലയത്തിൽ വരുമ്പോൾ മാത്രം വിശുദ്ധിയും വേർപാടും കാണിക്കുന്നതല്ല വിശുദ്ധ ജീവിതം. നാം ജോലിക്ക് പോകുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിനായി കോളേജുകളിൽ പഠിക്കുവാൻ പോകുമ്പോഴും എല്ലാ നിലകളിലും സ്തോത്രം, രാജ്യത്തിനകത്തും പുറത്തും നാം വീട് വിട്ട് പുറത്തു പോകുമ്പോഴും എവിടെയായിരുന്നാലും ഞാനൊരു ദൈവവൈതലാണ്, എനിക്കൊരു മതിൽ സ്തോത്രമുണ്ട്, ഞാൻ ആ ആത്മീയ മതിലിനകത്താണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് നല്ല ബോധ്യത്തോടുകൂടെ
ആയിരുന്നാൽ നിശ്ചയമായും നമ്മുടെ ജീവിതം ധന്യമായി തീരും. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ പട്ടണം അനുഗ്രഹിക്കപ്പെടും. നാം ദേശത്തിൽ നല്ല സാക്ഷികളായി തീരുവാൻ ഇടയാകും. അതിനായി ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും ദൈവം മാനിക്കട്ടെ, ആദരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായി ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പ്രഭാതത്തിലും നാഥ ഞങ്ങളുടെ ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾക്കൊരിക്കൽ കൂടെ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ ആരാധിപ്പാൻ ദൈവം തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ആത്മീയ മതിലുകളെ, പ്രാർത്ഥനാ മതിലുകളെ, വിശുദ്ധ മതിലുകളെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾ സമ്മതിക്കുന്നു. ഈ പ്രഭാതം കർത്താവ് ഞങ്ങൾ ശക്തമായ ആത്മീയ വിശ്വാസ വിശുദ്ധിയുടെ മതിലുകളെ പണിത്, പ്രത്യാശയുടെ മതിലുകളെ പണിത് നാഥൻ്റെ വരവോളം ഞങ്ങൾ നിലനിൽക്കുവാൻ ഞങ്ങളെ ആമേ കർത്താവെ ആമേ ഞങ്ങളുടെ മതിലുകളെ ആമേ സൂക്ഷിച്ച് ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്ത് ഞങ്ങൾ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം രാജ്യത്തിനകത്തും പുറത്തുമായി ആമേ ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും കർത്താവ് സൂക്ഷിക്കണം, പരിപാലിക്കണം, എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. നാഥ, ഈ പ്രഭാതം ആമേൻ ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും കഴിഞ്ഞ നാളുകളിൽ പ്രത്യാശയോടുകൂടെ ആയിരുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ മേൽ പുതിയ മതിലുകൾ പണിയട്ടെ. ആ മതിലിന്മേൽ കർത്താവിൻ്റെ സാന്നിധ്യം ആമേൻ കാവലും കോട്ടയും കൂടെ ഇരിക്കണം. അത്ഭുതം ചെയ്യും, മഹത്വം എടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എങ്കിൽ കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ ഇത് ഷെയർ ചെയ്യുക. ആമേൻ, സ്തോത്രം. ഞങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.